അവഞ്ചേഴ്സ് എൻഡ് ഗെയിമില് സ്റ്റീവ് റോജേഴ്സ് അഥവാ ഒറിജിനൽ ക്യാപ്റ്റൻ അമേരിക്കയാണ് തന്റെ പിൻഗാമിയായിട്ട് അല്ലെങ്കിൽ അടുത്ത ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് സാം വിൽസണെ തെരഞ്ഞെടുത്തത്. ഉരുക്ക് ബോഡിയോ വെളുപ്പോ സൂപ്പർ സോൾജർ സെറമോ ഒന്നുമല്ല ഒരാളെ ക്യാപ്റ്റൻ അമേരിക്ക ആക്കി മാറ്റുന്നത്. സ്റ്റീവ് റോജേഴ്സിനെ പോലെ നല്ല മനസ്സിന് ഉടമയും എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റവുമാണ് ഒരാളെ ക്യാപ്റ്റൻ അമേരിക്ക ആക്കി മാറ്റുന്നത്. ഈ ക്വാളിറ്റീസ് ഒക്കെ സ്റ്റീവ് റോജേഴ്സ് സാം വിൽസണിൽ കണ്ടതാണ്. സൂപ്പർ സോൾജർ സെറം എടുക്കുന്നതിന് മുൻപ് സ്റ്റീവ് റോജേഴ്സിനോട് അബ്രഹാം എസ്കിൻ ഇങ്ങനെ പറയുന്നുണ്ട്. Because a strong man who has known power all his life may lose respect for that power, but a weak man knows the value of strength and knows compassion. Not a perfect soldier, but a good man. അദ്ദേഹം ഈ പറഞ്ഞതിൽ ഏറ്റവും യോഗ്യനായ വ്യക്തി സാം വിൽസൺ ആണ്. അത് എക്കാലത്തും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. സ്റ്റീവ് റോജേഴ്സ് ആകാൻ സാം വിൽസണ് സാധിക്കില്ലായിരിക്കാം. കാരണം സ്റ്റീവ് റോജേഴ്സിനെ പോലെ അദ്ദേഹം ഒരു സൂപ്പർ സോൾജർ അല്ല. മാത്രമല്ല ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിലൊക്കെ സ്റ്റീവ് റോജേഴ്സിനേക്കാൾ പിന്നിലായിരിക്കാം അദ്ദേഹം. സ്റ്റീവ് റോജേഴ്സിന് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും സാം വിൽസണ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. സ്റ്റീവ് റോജേഴ്സ് ഗ്രൗണ്ടിൽ നിന്ന് മാത്രം ഫൈറ്റ് ചെയ്യുന്നവനാണെങ്കിൽ സാം വിൽസൺ ഗ്രൗണ്ടിലും എയറിലും ഫൈറ്റ് ചെയ്യുന്നവനാണ്. സ്റ്റീവ് റോജേഴ്സിനെ പോലെ സൂപ്പർ സോൾജർ സെറം സ്വീകരിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ഫാൽക്കൺ വിങ്സ് ഉണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡില് നമ്മൾ കണ്ടതാണ്. അതായത് സാം വിൽസന്റെ വിങ്സ് വൈബ്രേനിയം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന്. ആ വൈബ്രേനിയം വിങ്സ് ഉപയോഗിച്ച് റെഡ് ഹൾക്കിനോട് പോലും അദ്ദേഹം പോരാടുന്നുണ്ട്. തന്റെ വിങ്സിനെ ഡ്രോൺസ് ആക്കി മാറ്റാനും മിസൈലുകളെ ചാരമാക്കി മാറ്റാനും സാം വിൽസണ് സാധിക്കും. ഗ്രൗണ്ടിൽ വെച്ച് സാം വിൽസണെ വീഴ്ത്താൻ സാധിക്കുമായിരിക്കാം. പക്ഷെ ആകാശത്തിലേക്ക് പറന്നുയർന്നാൽ സാം വിൽസണെ തൊടാൻ നന്നായിട്ട് പാടുപെടേണ്ടി വരും.